നമസ്കാരം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയത്തിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാമെന്ന് മോഹിച്ച ബി.ജെ.പിക്ക് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. കേരളം ഒന്നടങ്കം പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിൽ ദേശീയ നേതൃത്വം തയ്യാറാക്കിയ ആക്ഷൻ പ്ലാനുകൾ ഓരോന്നായിട്ട് തകരുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തുടനീളം ദൃശ്യമായത്. തിരുവനന്തപുരം നഗരസഭയിലെ ചില നേട്ടങ്ങൾ മാറ്റി നിർത്തിയാൽ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും വൻതോതിലുള്ള വോട്ട് ചോർച്ചയാണ് ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്നത്. സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനെയും മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ നടത്തിയ പുതിയ രാഷ്ട്രീയ പരീക്ഷണങ്ങളെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ പൂർണ്ണമായിട്ടും നിരസിച്ചുവെന്നതാണ് തെരഞ്ഞെടുപ്പ് കണക്കുകൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ പാർട്ടിയോടെ അടുപ്പിക്കുക എന്നതായിരുന്നു ബി.ജെ.പിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം. തൃശ്ശൂരിലെ വിജയത്തിന് പിന്നാലെ ക്രൈസ്തവ വോട്ടുകൾ എൻ.ഡി.എയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമെന്ന കണക്കുകൂട്ടലിൽ സഭാ നേതൃത്വങ്ങളുടെ അനുമതിയോടെ നിരവധി ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ പാർട്ടി രംഗത്തിറക്കിയിരുന്നു. എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം അമ്പെ പരാജയപ്പെട്ടതായിട്ട് കാണാം. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിൽ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ പുലർത്തിയ നിഗൂഢമായ മൗനം ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറി. ഇതിൻ്റെ ഫലമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ പിന്തുണച്ച പല ക്രൈസ്തവ കേന്ദ്രങ്ങളിലും വോട്ടുകൾ കൂട്ടത്തോടെ UDF ക്യാമ്പിലേക്ക് തിരിച്ചൊഴുകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. നേതാക്കളുടെ വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ അന്തരം അത് വോട്ടർമാരെ പാർട്ടിക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷനും കൊടുങ്ങല്ലൂർ നഗരസഭയും പിടിച്ചെടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനങ്ങൾ വെറും രാഷ്ട്രീയ പ്രസംഗങ്ങളായി മാത്രം അവശേഷിച്ചു. ബി.ജെ.പി വിജയം ഉറപ്പിച്ചിരുന്ന കൃഷ്ണപുരം, മിഷൻ ക്വാർട്ടേഴ്സ് തുടങ്ങിയ ഡിവിഷനുകളിൽ പോലും ക്രൈസ്തവ വിഭാഗങ്ങൾ പാർട്ടിയെ കൈവിട്ടു. സുരേഷ് ഗോപി MP ആയതിനു ശേഷം കേരളത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എയിംസ് പോലെയുള്ള വലിയ പദ്ധതികൾ യാഥാർത്ഥ്യമാകാത്തതും പുലികളി സംഘങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തതുമൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ അതൃപ്തി വർദ്ധിപ്പിച്ചു. ഇത്തരം പരാജയങ്ങൾ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിന് മങ്ങലേൽപ്പിക്കുകയും വോട്ടർമാർക്കിടയിൽ അവിശ്വാസം വളർത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ബി.ജെ.പിക്കുള്ളിൽ ആഭ്യന്തര കലഹവും രൂക്ഷമായിരിക്കുകയാണ്. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം സുരേഷ് ഗോപിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കങ്ങൾ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം സജീവമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ സുരേഷ് ഗോപി നടത്തിയ നീക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്ന വിഭാഗത്തെയും ദേശീയ നേതൃത്വത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ വരെ ഈ വിഷയങ്ങൾ ചർച്ചയായതോടെ സുരേഷ് ഗോപിയുടെ പെരുമാറ്റ രീതികളും മാധ്യമങ്ങളോടുള്ള സമീപനവും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ദോഷകരമാണെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം. സ്വന്തം തട്ടകമായ തൃശ്ശൂരിൽ പാർട്ടി തകർന്നടിഞ്ഞത് സുരേഷ് ഗോപി വിരുദ്ധ തരംഗത്തിൻ്റെ സൂചനയായിട്ടാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നത്. മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും ബി.ജെ.പി നടത്തിയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ അത് പാടെ പരാജയപ്പെട്ടു. PC ജോർജിനെ മുൻനിർത്തി നടത്തിയ നീക്കങ്ങളോ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി, തിരുവമ്പാടി എന്നിവിടങ്ങളിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്തിയതോ NDAക്ക് ഗുണം ചെയ്തില്ല. പാലക്കാട്, പന്തളം നഗരസഭകളിലൊക്കെ തന്നെ ബി.ജെ.പി ഭരണത്തിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും സേവനങ്ങളിലെ വീഴ്ചകളും സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായിട്ട് പ്രചരിക്കപ്പെട്ടു. ഡിജിറ്റൽ വാതിൽപ്പടി സേവനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും വെറും വാഗ്ദാനങ്ങളായിട്ട് ഒതുങ്ങിയെന്ന വിമർശനം വോട്ടർമാരെ ബി.ജെ.പിയിൽ നിന്ന് അകറ്റി. ഈ പരാജയങ്ങളുടെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ സുരേഷ് ഗോപിക്ക് തൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടമായേക്കുമെന്ന സൂചനകളും ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ബി.ജെ.പിയിലേക്ക് വലിയ ആഘോഷങ്ങളോടെ കടന്നു വന്ന പത്മജ വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ ഭാവിയും ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. പാർട്ടിയിൽ ചേരുന്ന സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, തൃശ്ശൂരിൽ സ്വന്തം താൽപ്പര്യപ്രകാരം സീറ്റുകൾ വാങ്ങിയെടുത്ത് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി മാറി. കെ. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ പോലും സംരക്ഷിക്കാൻ പുതിയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള വീഴ്ചയായിട്ട് കണക്കാക്കപ്പെടുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ സെമി ഫൈനലിൽ ഏറ്റുവാങ്ങിയിരിക്കുന്ന കനത്ത പ്രഹരം ബി.ജെ.പിയുടെ ഭാവി പ്രവർത്തനങ്ങളെ സാരമായിട്ട് ബാധിക്കും. വികസന വാഗ്ദാനങ്ങൾ പൊള്ളയാണെന്നും രാഷ്ട്രീയ അടിത്തറയില്ലാതെ താരപ്പകിട്ടുകൊണ്ട് മാത്രം കേരളത്തിൽ വോട്ട് പിടിക്കാനാവില്ലെന്നും ഈ ഫലം ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്.